അല്ലയോ? പറഞ്ഞോ, ക്വസ്റ്റ്യൻ പറഞ്ഞോ. എ ട്രേഡർ ബോട്ട് അല്ലേ? എ ട്രേഡർ bought a number of articles for 1,200 rupees. 10 were damaged. He sold each of the rest at 2 rupees more than what he paid for it. അല്ലേ? paid for it. Thus getting a profit of 60 rupees on the whole transaction. Taking the number of articles he bought as X. Okay, form an equation in X and solve it. അതായത് അദ്ദേഹം 1200 രൂപയ്ക്കാണ് സാധനം മേടിച്ചത്. എത്ര സാധനം മേടിച്ചു അറിയത്തില്ല, എക്സ് ഇല്ലേ? അപ്പം അപ്പോൾ ഒരു സാധനത്തിന് എത്ര ആയി? എക്സ് ഇല്ലേ? അതായത് നമ്പർ ഓഫ് ആർട്ടിക്കിൾ ബോട്ട്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. നമ്പർ ഓഫ് ആർട്ടിക്കിൾ ബോട്ട് എത്രയാ? എക്സ് അല്ലേ? ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഫോർ ആർട്ടിക്കിൾ എത്രയാ? 1,200. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഫോർ ഈച്ച് വൺ എത്രയാവും? 1200 ഡിവൈഡ് എത്രയാ? എക്സ്. ഓക്കെ ആണല്ലോ? എക്സ് എണ്ണത്തിൽ എത്ര എണ്ണം ഡാമേജ് ആയി? അതായത് അപ്പം എന്താണ് നമ്പർ ഓഫ് ഡാമേജ്ഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നതിനനുസരിച്ച് അയാൾക്ക് 60 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം അയാൾക്ക് എത്ര രൂപ കിട്ടി കാണണം? 1260. അതായത് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എക്സിൽ നിന്ന് 10 എണ്ണം പോയി. ഇപ്പം എത്ര ഉള്ളൂ? X - 10 ഉള്ളൂ. അതിൻ്റെ കൂടെ അയാൾക്ക് ഇപ്പോൾ 1200 ഡിവൈഡ് ബൈ എക്സിൻ്റെ കൂടെ ഓരോ പ്രൊഡക്റ്റിനും 2% 2 രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ ചെയ്തപ്പോഴാണ് അയാൾക്ക് എത്ര കിട്ടിയത്? 1260 കിട്ടിയത്. ശരിയല്ലേ? അതായത് ഇവിടെ ശരിക്കും ഇപ്പം 100 ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. 100ൽ നിന്ന് എത്ര എണ്ണം ഡാമേജാണ്? 100ൽ നിന്ന് 10 എണ്ണം ഡാമേജ്. അപ്പോൾ ഇനി എത്രയേ ഉള്ളൂ? 90 ആണല്ലോ. 90 ഇൻറ്റു അയാൾ എത്ര രൂപ ഓരോ ആർട്ടിക്കിളിന് എത്രയാണ്? ഓരോ ആർട്ടിക്കിളിന് അയാൾ എത്ര രൂപയായി? അയാൾക്ക് 1200 ഡിവൈഡ് ബൈ എക്സ് ആയി. എത്ര രൂപ ലാഭത്തിലായിട്ടത്? അപ്പോൾ നമുക്ക് 1200. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാം. 80 രൂപയാണ് ഒരു ആർട്ടിക്കിൾ എന്ന് വെച്ചു. അപ്പോൾ 80 രൂപയാണ് ആർട്ടിക്കിൾ എന്നെങ്കിൽ ഒരു ആർട്ടിക്കിളിന് അയാൾ 82 രൂപയ്ക്ക് വിറ്റു. അത് 82 രൂപയ്ക്ക് എമൗണ്ടിലാണ് വിറ്റത്. അപ്പോൾ ഒരു ആർട്ടിക്കിളിന് 82 രൂപ. എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? അതുപോലെ 90 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അത് കൂട്ടുമ്പോഴാണ് 1260 രൂപ കിട്ടിയെന്നാണ് അർത്ഥം. മനസ്സിലായി? ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. മനസ്സിലായോ? അതായത് അയാളുടെ 100 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എത്ര എണ്ണം ഡാമേജ് ആയി? അപ്പോൾ ബാക്കി എത്രയേ ഉള്ളൂ? 90 ഉള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയണം. 90. ഒരു ആർട്ടിക്കിളിന് നമുക്ക് വേണമെങ്കിൽ ഒരു 50 രൂപ കണക്കാക്കാം. ഒരു ആർട്ടിക്കിളിന് അയാൾ മേടിച്ച തുക 1200 ഡിവൈഡ് ബൈ എക്സ് 50 വിചാരിക്കാം. അപ്പം അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു? പ്രോഫിറ്റ് ഇടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അയാൾ 2 രൂപയെ കൂട്ടി വിറ്റു. അപ്പോൾ 90 എണ്ണേ ഉള്ളൂ. അപ്പം അയാൾക്ക് ഒരെണ്ണത്തിൽ എത്ര രൂപ വെച്ച് കിട്ടി? ഇപ്പം 52 രൂപ വെച്ച്. അപ്പം 90 × 52 എന്ന് പറയുമ്പോഴാണ് അയാൾക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അത് തന്നെ നമുക്ക് ഇതിൽ എഴുതിയിരിക്കുക. ഈ 90-ന് പകരം നമ്മൾ എന്ത് എഴുതി? X - 10 എന്ന് എഴുതി. ഈ 52-ന് പകരം 50 + 2. 50 എങ്ങനെയാണ് കിട്ടിയത്? 1200 ഡിവൈഡ് ബൈ എക്സ് ചെയ്തു പ്ലസ് അതിൻ്റെ പ്രോഫിറ്റ്. മനസ്സിലായോ? ആണോ? അപ്പോൾ അതിനെ ഇക്വേഷൻ ആക്കുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? ഇവിടെ നമ്മൾ X - 10 ×
നോക്കിക്കോ 1200 ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 2x ഡിവൈഡ് ബൈ എക്സ് എന്ന് വരുന്നു ഈസിക്കൽ 1260. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇത് തമ്മിൽ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് തരും? എക്സ് മൈനസ് 10 ഇൻറ്റു 1200 പ്ലസ് 2x ഈസിക്കൽ ടു 1260x ഇല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 1200 പ്ലസ് 2x മൈനസ് 10 ഇൻറ്റു 1200 പ്ലസ് 2x ഈസിക്കൽ 1260x. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1200x പ്ലസ് 2x സ്ക്വയർ മൈനസ് 12000 പ്ലസ് 20 അല്ല മൈനസ് വരുമല്ലോ, മൈനസിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 20x ഈസിക്കൽ 1260x ആണല്ലോ. ഇവിടെ 1200 ഇതും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 1180x പ്ലസ് 2x സ്ക്വയർ മൈനസ് 12000 ഈസിക്കൽ 1260x ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, 2x സ്ക്വയർ ആദ്യം എഴുതാം, എന്നിട്ട് പ്ലസ് 1180x ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, മൈനസ് 1260x മൈനസ് 12000 ഈസിക്കൽ ടു 0. 2x സ്ക്വയർ ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് 180 280. അപ്പം നമുക്ക് എത്ര കിട്ടും? മൈനസ് 80 കിട്ടും, ശരിയല്ലേ? മൈനസ് 80x മൈനസ് 1200 ഈസിക്കൽ ടു 0 ആണല്ലോ. അങ്ങനെ അവിടെ നിന്ന് 2 കോമൺ എടുത്ത് ബാക്കി എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 40x മൈനസ് എത്ര വരും? 6000 അല്ലേ? ഈസിക്കൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 40x മൈനസ് 6000 ഈസിക്കൽ ടു 0. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ? 1, ബി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 40, സി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 6000. എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് സംഭവം എങ്ങനെ? എ ഇൻറ്റു സി ആണ് പ്രൊഡക്റ്റ്. എത്രയുടെ? എ ഇൻറ്റു സി. എ ഇൻറ്റു സി 1 ഇൻറ്റു മൈനസ് 6000 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് 6000. അതേപോലെ തന്നെ ബി എന്താ? ബി എന്ന് പറയുമ്പോൾ മൈനസ് 40. ഏത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 6000 വരുന്നത്? 1000 ഇൻറ്റു 100 ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ 6000 വരത്തില്ലേ? വരുമോ? 100 ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 6000 വരും, ശരിയല്ലേ? 100 പ്ലസ് 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 വേണം, മൈനസ് 40 വേണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൈനസ് ഇത് മൈനസ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 മൈനസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 100 മൈനസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇതെങ്ങനെ ആവും? എക്സ് സ്ക്വയർ മൈനസ് 100x മൈനസ് 60x മൈനസ് 6000 ഈസിക്കൽ എന്താ? 0 അല്ല, ഇത് ഇവിടെ പ്ലസ് വരും, 60 പ്ലസ്. അവിടെ നിന്ന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 100. ഇവിടെ നിന്ന് എത്രയാ? മൈനസ് 60 കോമൺ എടുക്കാൻ വേണ്ട, പ്ലസ് 60 കോമൺ എടുത്ത് എത്രയാ? എക്സ് മൈനസ് 100 ഈസിക്കൽ 0. വീണ്ടും എക്സ് മൈനസ് 100 കോമൺ എടുക്കും, ബാക്കി എന്താ വരുന്നു? എക്സ് പ്ലസ് 16 വരുന്നു ഈസിക്കൽ 0. പ്ലസ് വരുമ്പോൾ അത് എപ്പോഴത്തും മൈനസ് ആവും, അത് എടുക്കത്തില്ല. അപ്പോൾ എന്താ എടുക്കുന്നത്? ഇവിടെ എടുക്കുന്നത് എക്സ് മൈനസ് 100 ഈസിക്കൽ 0, എക്സ് ഈസിക്കൽ 100. അപ്പം ഇവിടെ ആർട്ടിക്കിൾ എത്ര ഉണ്ടായിരുന്നു? 100. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100ൽ നിന്ന് എത്ര മൈനസ് ചെയ്തു? 10 മൈനസ് ചെയ്തപ്പോൾ 90 ആർട്ടിക്കിൾ അല്ലേ? അപ്പം ഒരു ആർട്ടിക്കിളിൽ എത്ര? 120 രൂപ. മനസ്സിലായോ? 1200 120. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സന